എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നതാണ്. കാരണം ആ ലൊക്കേഷൻ ഭയങ്കര റിസ്ക്. അത് മാത്രമല്ല, എൻ്റെ പൊന്നു ചേച്ചി, പുലി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുലി ഇറങ്ങുന്ന ടൈമാണ്. താഴെ പാറ, മോളിൽ ഇങ്ങനെ മല, അവിടെ അങ്ങ് ഒരു മരവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമും കോണ്ടന്റും കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് കാണാനായിട്ട് തിയേറ്ററിൽ വരുന്നുള്ള പ്രതീക്ഷ. പോണതിൻ്റെ ഇടയിൽ പുലി വല്ല മരത്തിന്ന് ചാടി വീഴുന്നുള്ളത് നോക്കണം. കാരണം ദൈവം ഇതെങ്ങനെ ഈ പാറ പൊളിച്ചിത്ര ആക്കിയെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പഞ്ചവത്സര പദ്ധതി സിരിച്ചേട്ടൻ ഇപ്പൊ 19ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ലീഡ് റോളിൽ വരുന്ന ഇതാണ് ഈ പടത്തിലേക്കാണ്. എങ്ങനെയാണ് ഈ പടത്തിലേക്ക് വരുന്നത്? ഇതിൻ്റെ കണ്ടന്റ് തന്നെയാണ്, കോണ്ടന്റ് അത് തന്നെയാണ് എന്നെ ആകർഷിച്ചത്. കാരണം ഇത് ഇപ്പോൾ പറയേണ്ട ഒരു സിനിമയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം കറണ്ട് സോഷ്യൽ സെനാരിയോനെ ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തുകൊണ്ടും 19ാം നൂറ്റാണ്ടിന് ശേഷം ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. വെറുതെ ഒരു സിനിമയല്ല, അതിനൊരു പർപ്പസ് ഉണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഫാക്ടർ. പിന്നെ എനിക്ക് പെർഫോമൻസ് ഉണ്ട്, പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇതെല്ലാം വരുന്ന സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചൂസ് ചെയ്തത്. റിലീസ് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ഷൻ റിലീസ്. അപ്പോൾ ഇതെങ്ങനെയാണ്, എത്രത്തോളം ഇത് ഈ ഇലക്ഷനും അതുപോലെ സോഷ്യൽ സിനാരിയായിട്ട് ബന്ധപ്പെട്ട് കാണും? ഈ സിനിമ ശരിക്കും പറഞ്ഞൊരു പൊളിറ്റിക്കൽ സറ്റയറാണ് ശരിക്കും. പിന്നെ ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ വികസനവും ഉണ്ട്, രാഷ്ട്രീയവും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്ന കലംബാസുര ദർശനം, അതും ഒരു പ്രത്യേകതയിലൊരു സിനിമയാണ്. അപ്പോൾ എല്ലാം കൂടി ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും എന്തായാലും. ഒരു ഫാന്റസി സിനിമയാണ്. ഫാന്റസി ആവാം, ചിലപ്പോൾ മിത്താവാം, എന്ത് വേണമെങ്കിലും ആവാം. അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. സിനിമയിൽ എത്തിക്കഴിയുമ്പോൾ അറിയാം എന്താണത് എന്നുള്ള വ്യക്തമായിട്ടുള്ള സിനിമയിൽ. ആ, കലംബാസുണ്ട്. ഞങ്ങൾ ഇന്ന് ഇന്റർവ്യൂവിൽ വന്നപ്പോഴാണ് അത് കണ്ടുപിടിച്ചത്. നിഷ ചേച്ചിയാണ് കണ്ടുപിടിച്ചത്. പ്രഹ്ലാദ് സാർ എന്നെ വിളിച്ച് കഥ പറഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ക്യാരക്ടറാണ്. ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതപ്പോൾ പിന്നെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നോക്കാം എന്ന് നോക്കി. രാഷ്ട്രീയക്കാരി ആണോന്ന് വെച്ചാൽ ആണല്ലേ, പഞ്ചായത്ത് മെമ്പറാണ്. കൃഷ്ണേന്ദു ഫസ്റ്റ് ഡെബ്യൂ ഫിലിം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഇതിലൊക്കെ ആയിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് എല്ലാവരും, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എല്ലാവരും ഇവിടെ നോക്കി. അതല്ല, ഇത് ഇത്രയും നേരം പെയ്ഡ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നു. പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താ നമ്മൾ ഇനി തിരിച്ചെന്താ കൊടുക്കാന്നുള്ള ഇത് നോക്കിയപ്പോ പിടിച്ചു. അന്നേരം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ചെറുതായിട്ട് ഇപ്പോഴാണ് റാഗിങ് ചെയ്യാൻ പറ്റില്ല. അതാണ് താളം ചിലപ്പോ തെറിച്ചു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് റങ്കണ്ണനെ വിളിക്കും. ഭയങ്കര ഇഷ്ടമായില്ലേ? കണ്ടില്ല, ഇവിടെ കണ്ടില്ല. വീട്ടിൽ നിന്ന് റങ്കണ്ണ തീർന്ന മോനെ വീട്ടിൽ പോയി ആളുടെ ഫാദറാണ് പ്രൊഡ്യൂസർ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ന്യൂബി ആയിട്ട് വരുമ്പോൾ ആ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇപ്പം നന്നായിട്ട് ഇന്ററാക്ട് ചെയ്ത് തന്നെയാണ് ഇതല്ലേ. അതെ അതെ അത് എനിക്ക് തോന്നുന്നു അധികം ഇപ്പം പുതുതായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇന്റർവ്യൂ എക്സ്പീരിയൻസും ഇതൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കും. ഞാനതൊക്കെ കണ്ടിട്ടാണ് ഇപ്പൊ ഒന്ന് സംസാരിക്കാൻ പഠിക്കുന്നത്. അതെ, ടെക്സ്റ്റ് ബുക്കാണ്. ഇന്റർനാഷണലായിട്ട് ധ്യാനമില്ല. എന്തായാലും ആ ഒരു അത്രയും ഇതിലേക്ക് എത്തില്ല, അത്രയും ലെവലിലേക്ക് എത്താൻ പറ്റില്ല. എത്ര ശ്രമിച്ചാലും പറ്റില്ല. ആ സിനിമയിൽ അഭിനയിച്ചിട്ട് എങ്ങനെയെങ്കിലും പേരെടുക്കാം. അവൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് നന്നായിട്ട്
ചെയ്യുന്നുണ്ട്. അത് ഒരു ടാലന്റാണ്. അതൊരു ടാലന്റാണ്. അവൻ ഇന്റർവ്യൂയിലൂടെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. പഞ്ചവത്സര പദ്ധതി, അത് ആ പേര് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്? ഞാൻ സ്ക്രീൻ പ്ലേ കേട്ട് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി. ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. എന്തായാലും ബെറ്റർ പേരുണ്ടോ എന്നുള്ളത് ആലോചിക്കും, ഏതാണ് ആപ്റ്റ് എന്നുള്ളതും കൂടി ആലോചിക്കും എന്നുള്ളത് തീരുമാനിച്ചിട്ട് അവസാനം പഞ്ചവത്സര പദ്ധതി തന്നെയാണ് ആപ്റ്റായിട്ടുള്ളൊരു പേരെന്നുള്ളത് അങ്ങനെ ഫിക്സ് ചെയ്യുമായിരുന്നു. പഞ്ചവത്സര പദ്ധതി ഇതിൽ ഇപ്പോൾ ഏപ്രിൽ 26 നടക്കുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചവത്സര പദ്ധതി തന്നെയാണ്. 5 വർഷത്തിന് ശേഷം ഭരണം ആരിലേക്ക് എത്തണം എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്, ഡിസിഷൻ മേക്കിംഗ് ദിവസമാണ് അന്ന് 26-ാം തീയതി. അതുപോലെ തന്നെ ഇതിലും ഒരുപാട് ഡിസിഷൻ മേക്കിങ്സ് ഉണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട് നടപ്പിലാക്കാനായിട്ട്. ഇതൊക്കെ നടപ്പിലാവുമോ ഇല്ലയോ, ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ഫാക്ടർ. അപ്പോൾ ഈ എലക്ഷൻ ഇതൊക്കെയായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു സിനിമ കൂടിയാണ്, സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു സിനിമ കൂടിയാണ്. ഇതിൻ്റെ ഒരു കഥ ഇപ്പം രാഷ്ട്രീയം, സാമൂഹികമായിട്ടുള്ള സംഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ വിവാദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അത് പറയാൻ പറ്റില്ല. സാധ്യത ഇല്ലാതില്ല പറയാൻ പറ്റില്ല. അതെ, ചിലപ്പോൾ സ്പാർക്ക് ആവാല്ലേ. ഒരു സറ്റയറാണ് അതിന്റെ സിനിമ എന്നുള്ള രീതിയിൽ, അങ്ങനത്തെ ഒരു രീതിയിൽ സറ്റയർ തന്നെയാണ്. സറ്റയറാണ്, ആക്ഷേപഹാസം തന്നെ. നിശ്ചയിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമയുടെ ഒരു കഥ കേട്ടപ്പോഴും ഇതിലെ ആ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറും അത് എങ്ങനെയുണ്ടായിരുന്നു? ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നാട്ടിൻപുറത്ത് ഈ നമ്മുടെ ഈ പഴയ സത്യനന്ദിക്കാട് സിനിമയെ കാണുമ്പോൾ തന്നെ കുറേ നാട്ടുകാർ, അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ്, അങ്ങനെയാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. അതിലെല്ലാവർക്കും നമുക്ക് ലൊക്കേഷനിൽ കയറി കിടക്കാൻ വീടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് തണലത്ത് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, വീടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ മരം ഉണ്ടാവും, ഒന്നുമില്ലെങ്കിൽ മരമെങ്കിലും ഉണ്ടാവും. ഇതിപ്പോൾ മരമില്ല, വീടില്ല, മലയുടെ തൊട്ടടിയിൽ വെയിലത്ത് പാറ, താഴെ പാറ, മോളിങ്ങനെ മല, അവിടെ അങ്ങ് ഒരു മരവും ഇല്ല, ഒന്നുമില്ല. വയനാടല്ല, എന്താണ് സുൽത്താൻ ബത്തേരി. നേരത്തെ ഞാൻ ഇത് സത്യമാണ്, മനഃപൂർവ്വം കൊടുത്തതാണ്. നേരത്തെ ഞാൻ വയനാട് ഞാൻ പെടുന്ന സുൽത്താൻ ബത്തേരി. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ ഫോളോ ചെയ്ത് പോകുന്ന അങ്ങനത്തെ ഒരു പടമാണോ? അതൊക്കെ ഒരു ചെറിയ അതെ അതെ ഒരു ഗ്രാമീണ അന്തരീക്ഷം. എല്ലാം വളരെ ഈ ആ ഒരു പ്രദേശത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെയാണ്. അപ്പം ആ സിനിമയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ആ ഒരു പ്രദേശം തന്നെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഓക്കെ, ഒരു ടീച്ചർ വന്നിട്ടുണ്ട് ചേട്ടാ വേറൊരു പടത്തിന്, ഗുരുവായൂർ അമ്പലനടയിൽ. ഗുരുവായൂർ അമ്പലനടയിൽ മെയ് 10 റിലീസാവും. വലിയ കുറേ ദിവസങ്ങളെടുത്ത് ഷൂട്ട് ചെയ്തൊരു സംഭവമാണ്. അത് മാത്രമല്ല, അത് ഗുരുവായൂർ അമ്പലനടയിൽ പ്രത്യേക സെറ്റ് ഇട്ട് ചെയ്തൊരു സിനിമയാണ്. വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഗുരുവായൂർ അമ്പലം ഫുള്ളായിട്ട് സെറ്റ് ഇട്ടിട്ട്. അതിൻ്റെ വീഡിയോ പുറത്ത് വന്നു. അതിൻ്റെ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എപ്പോൾ? ഈ ഇടയ്ക്ക് റീലൊക്കെ വീഡിയോ എടുത്ത് ആരാണെന്ന് അറിയാൻ പാടില്ല, സെറ്റ് പൊളിച്ചോണ്ടിരിക്കും. ആരോടും എടുക്കാൻ വേണ്ടി പാടില്ലാന്നും പറഞ്ഞിട്ടില്ല. ആണോ? അതൊക്കെ പുറത്തു വന്നു. ആ അമ്പലനടയും ആ ഗോപുരവും സംഭവങ്ങളും എല്ലാം നല്ല സെറ്റാണ്, നല്ല ആർട്ട് വർക്ക് വളരെ. കട്ടൗട്ട് അല്ലാന്ന് തോന്നുന്നു. കട്ടൗട്ട് അല്ല, ഇത് പ്രതിമ കുറേ ദിവസത്തെ അധ്വാനം. അത് കുറേ ദിവസം ഘട്ടം ഘട്ടമായി ചെയ്തൊരു വർക്കാണ്. വലിയ കുറേ ദിവസം എടുത്ത് ചെയ്തത്. ഓക്കെ. ഹരീഷ് ഏട്ടൻ പുള്ളിയുടെ ലാസ്റ്റ് പടമായിരുന്നല്ലോ. എൻ്റെ ഫാദറിൻ്റെ ക്യാരക്ടറാണ് അതിൽ ചെയ്തേക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നല്ല ഭയങ്കര ഇംപ്രൊവൈസേഷൻസും, ചേട്ടൻ്റെ സൗണ്ട് ഭയങ്കര ഒരു യുണീക്ക് ആൻഡ് പെക്യുലർ സൗണ്ടാണ്. അത് നമുക്ക് പുള്ളി ചില തിങ്സൊക്കെ സൈഡിൽ കൂടി ഇടുമ്പോൾ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇടുന്നത് ഭയങ്കര രസമാണ്. നമുക്ക് അവിടെ നിന്ന് സ്പോട്ടിൽ ചിലപ്പോൾ ചിരിയൊക്കെ വരും. അങ്ങനത്തെ ഒരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു ആക്ടറായിരുന്നു. അപ്പോൾ ഭയങ്കര മേജർ മിസ്സിങ് ആണ് പുള്ളി. കാരണം ഒരു പൊസിഷനിലേക്ക് ഇങ്ങനെ ആയി ഒന്ന് ശരിയായി വരുന്നൊരു സ്റ്റേജിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഡബ് ചെയ്തേക്കുന്ന വേറെ ആളെ വെച്ചിട്ടാണ് ഇപ്പോൾ ഡബ് ചെയ്തേക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനത്തെ ഒരു സൗണ്ട് അല്ലെങ്കിൽ വോയിസ് മാച്ച് ചെയ്തിട്ടുള്ളൊരു സംഭവം കിട്ടാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭയങ്കര മിസ്സിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഉള്ള സമയത്താണ് അത് അറിയുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ പോയി കണ്ടായിരുന്നു. ഈ മലയാള സിനിമ ഇപ്പം ഒരു പീക്കിൽ നിൽക്കുകയാണ്. അത് ഒരുപാട് ഇപ്പോൾ വന്ന എല്ലാ പടങ്ങളും ഭയങ്കരമായിട്ട് ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ
പഞ്ചവത്സര പദ്ധതിയും വരുന്നത്. അപ്പോൾ കാണാൻ വരുന്ന പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ പടത്തിനെ കുറിച്ച്? എന്ത് പ്രതീക്ഷയിലാണ് വരേണ്ടത് എന്നുള്ളത്? ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ മൂവീസാണ് മഞ്ഞുമൽ ബോയ്സ് ആയിക്കോട്ടെ, പ്രേമല ആയിക്കോട്ടെ, പ്രണയിതം, ആവേശം, ആടുജീവിതം, പിന്നെ വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ്, ഇതൊക്കെ ഇറങ്ങുന്ന പല ജോണറിലുള്ള മൂവീസാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമും കോണ്ടന്റും കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് കാണാനായിട്ട് തിയേറ്ററിൽ വരുന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു സിനിമയുമായിട്ടും യാതൊരു രീതിയിലും ബന്ധമില്ലാത്ത, ഇപ്പം ഇറങ്ങിയേക്കുന്ന സിനിമകളുമായിട്ട് യാതൊരു രീതിയിൽ ബന്ധമില്ലാത്ത സിനിമയാണത്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും. അപ്പോൾ അതെന്താണെന്നുള്ളത് തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളതിൽ ഒരു കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, അത് എത്രത്തോളം ആൾക്കാരിലേക്ക് കണക്റ്റ് ആവുന്നുണ്ടെന്നൊക്കെ ഉള്ളത് തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ആസ് എ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ പേഴ്സൺ എനിക്ക് ഈ സിനിമ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ പറയണം, ഇത് ഓഡിയൻസിലേക്ക് എത്തിക്കണം. ഞാൻ പറഞ്ഞില്ല, ഓരോ സിനിമകൾക്കും ഓരോ പർപ്പസ് ഉണ്ടാവും. ചിലത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിരിക്കും, ചിലത് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ചിന്തിപ്പിക്കാനും കൂടി ശ്രമിക്കുന്ന സിനിമകളുണ്ടാവും. പല രീതിയിലുള്ള സിനിമകളുണ്ടാവും. ത്രൂ ഔട്ട് ഫണ്ണായിട്ടുള്ള സിനിമകളുണ്ടാവും. ഇത് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതും ഒപ്പം തന്നെ ചെറുതായിട്ടൊന്ന് ചിന്തിക്കാനും കൂടി ശ്രമിപ്പിക്കുന്നൊരു സിനിമയായിരിക്കും. ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്തായാലും. ചേച്ചി ഇഷ്ടപ്പെടും എന്നുള്ളത് എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഉണ്ട് ഇതിനകത്ത്. ഇപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു സബ്ജക്റ്റ് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണാത്തൊരു സബ്ജക്റ്റ് കാണുമ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്. നമ്മൾ കണ്ടിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഇഷ്ടപ്പെടുക മാത്രമല്ല ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കും. ചില പടങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കും നമ്മൾ ചില കാര്യങ്ങൾ, അതിനകത്ത് നടന്ന കുറേ കാര്യങ്ങൾ ഇല്ലേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട് ഇതിനകത്ത്. കൃഷ്ണേന്ദുവിന് എന്താ പറയാനുള്ളത്? തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട പടമാണ്. കഴിഞ്ഞോ? തിയേറ്ററിൽ നിന്ന് പോയി കാണാം. എന്നെ സമ്മതിക്കണല്ലോ ഒന്നുമില്ലേ, എന്നെ സംസാരിക്കാൻ സമ്മതിക്കണല്ലോ ഒന്ന്. ഞാൻ ഇത്രയും ദൂരെ ഇരിക്കുന്നുണ്ടൊരു ആശ്വാസം ഉണ്ടാവും. ഇപ്പൊ ചേച്ചി നല്ല താങ്ങാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതല്ല, എനിക്ക് ഷിജു ഒരു സ്റ്റാർട്ടിങ് കിട്ടും. ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ എന്തായാലും എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞ റാഗിങ് ആണ്. ഞങ്ങൾ അവിടെ വെച്ച് റാഗ് ചെയ്തില്ല. കാരണം പാവം ആദ്യമായിട്ട് വന്നിരിക്കാരെ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചു അല്ലേ. ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമല്ലോ, അപ്പൊ പേടിക്കാന്ന് വിചാരിച്ചു. പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കാശൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് മോളല്ലേ കാശൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് ഇരിക്കാന്ന് വിചാരിച്ചത്. തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം ഇതിലെല്ലാ എന്താ പറയുക സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഹ്യൂമർ ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, പിന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് പറയാം. ലൊക്കേഷൻ അല്ലേ, ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലമല്ലേ, തിയേറ്ററിൽ കണ്ടാലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതൊരു വല്ലാത്തൊരു ആ പ്രദേശം അങ്ങനത്തെ അല്ലേ, ലൊക്കേഷൻ അങ്ങനത്തെയാണ്. 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണം. ഇനിയൊരു സാധനം, ഇനിയൊരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പർപ്പസ് വേണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ മൊമെൻറ്റ്സും കാര്യങ്ങളും ആ സിനിമയ്ക്ക് വേണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു സിനിമ വരുന്നത്. എന്നാൽ ഇത് എല്ലാ രീതിയിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആവശ്യമായിട്ടുള്ളൊരു സിനിമയായിട്ടും കൂടി തോന്നിയതുകൊണ്ടാണ് ഞാനിത് പിക്ക് ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വിലയിരുത്തുക. എൻ്റെ ഗ്യാരണ്ടിയുടെ ഇതൊന്നുമല്ല, നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക എന്നുള്ള സംഭവമാണ്. ഞാനങ്ങനെ ഒരു ശ്രമമാണ് നടത്തിയേക്കുന്നത്. അങ്ങനൊരു എന്താ പറയുക, അങ്ങനൊരു വിഷൻ്റെ പുറത്താണ് ഈ സിനിമ ഞാൻ പിക്ക് ചെയ്യുന്നതും. അപ്പോൾ എൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ, എൻ്റെ സ്ക്രീൻ പ്ലേ റൈറ്റർ ആയിക്കോട്ടെ, ഇതിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും തന്നെ ഈ സിനിമ ഏറ്റവും ഭംഗിയായിട്ട് ഓഡിയൻസിലേക്ക് എത്തിച്ച് ഇത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഓരോ സിനിമയും എത്തിക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ട് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇപ്പോൾ വേർഡ് ഓഫ് അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരിലേക്കും സിനിമ എത്തുന്നതായിരിക്കും. ഫസ്റ്റ് ഷോ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഇത് കിട്ടും. അപ്പോൾ എനിക്കൊരു ഇനീഷ്യൽ പുള്ളോ അങ്ങനെയുള്ള ഒരു ആക്ടറായിട്ട് ഞാൻ എന്നെ കാണുന്നില്ല. ഇനീഷ്യൽ പുള്ളും അങ്ങനത്തെ പരിപാടികൾ നിങ്ങൾ തന്ന, അല്ലെങ്കിൽ ഞാൻ ഇത്ര നാളും ചെയ്ത കഥാപാത്രങ്ങൾക്ക് പ്രേക്ഷകർ തന്ന സ്നേഹമാണ് ഇപ്പോൾ ഒരു ലീഡ് ക്യാരക്ടറിലേക്കും അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാവുന്ന രീതിയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റവും
എന്താ പറയുക, പ്രേക്ഷകരെ പറ്റിക്കാതെ ചെയ്തെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അവർ തന്നേക്കുന്ന സ്നേഹം അത് എത്ര നാളും നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തു കൂടിയാണ് ഞാൻ ഓരോ സിനിമയും സെലക്ട് ചെയ്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ സിനിമയും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് എൻ്റെ കരിയറിൽ. തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ കണ്ട് വിലയിരുത്തുക, എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, എന്നാണ് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നതാ. ആ ലൊക്കേഷൻ ഭയങ്കര റിസ്ക് അല്ലേ? നമ്മൾ ഓരോ ഷോട്ട് വെക്കുമ്പോഴും നമുക്ക് പേടിയായിരുന്നു അല്ലെ? നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര പേടിച്ച് നടക്കേണ്ട ലൊക്കേഷൻസ് ആണ്. കാരണം ഒന്ന് ശ്രദ്ധ നമ്മളെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോസ്റ്റിലെ കാണാലോ, വലിയ പീക്കൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു ദൈവത്തിന്റെ. ആർക്കും അവിടെ കുറെ ക്വാറീസ് വന്നിട്ട് നിങ്ങൾ അവിടെ ഭയങ്കര ഭീകര വിഷ്വലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വയനാട് ഷൂട്ട് ചെയ്യുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് സുൽത്താൻബത്തേരിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ക്വാറീസും സംഭവങ്ങളും കൊണ്ട് മലയൊക്കെ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ മറ്റേ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ മാന്തി പൊളിച്ചെടുക്കില്ല, അതുപോലെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പീസസ് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഭയങ്കര ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ. അങ്ങനത്തെ രീതിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടിട്ട് ദൈവം ഇതെങ്ങനെ ഈ പാറ പൊളിച്ചിത്ര ആക്കിയെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനത്തെ കുറെ ലൊക്കേഷൻസിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസ്കി ആയിരുന്നു. ഒന്ന് കാലൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തേക്ക് വീഴും. അത് മാത്രമല്ല, എന്റെ പൊന്നു ചേച്ചി, പുലി ഇറങ്ങി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുലി ഇറങ്ങുന്ന ടൈമാണ്. അതായത് പുലി ഇറങ്ങിക്കൊണ്ടിരുന്ന സമയമാണ്. ആ സമയത്ത് വയനാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പുലി ഇറങ്ങിയിട്ട് ആൾക്കാർ ഉപദ്രവിക്കുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടന്ന സമയമായിരുന്നു. ഈ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ബൈക്കിൽ ഒറ്റയ്ക്ക് എൻ്റെ അമ്മേനെ കാണാനായിട്ട് പോകുന്നത്, മറ്റേ റിഗൊക്കെ ചെയ്തിട്ട് രാത്രി പുലി ഇറങ്ങി. എൻ്റെ ഒരാഴ്ച മുമ്പ് പുലി വന്ന സ്ഥലത്ത് അതിൽ കൂടി ഓടിച്ചിട്ട് പോകണം. ആരും ഉണ്ടാവില്ല. നമ്മൾ ഈ റിഗ് വെച്ചിട്ട് ബൈക്കിൽ പോകുമ്പോൾ ആരെയും കാണാൻ പാടില്ല. ഈ ഇരുട്ടത്ത് ഈ വളവും തിരിവൊക്കെ ബാലൻസ് ചെയ്ത് ബൈക്ക് പോണതിൻ്റെ ഇടയിൽ പുലി വല്ല മരത്തിന്ന് ചാടി വീഴെന്നുള്ളത് നോക്കണം. ഷൂട്ടിംഗ് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുലി പോകില്ലേ? അത് ADs ആരെങ്കിലും പറഞ്ഞു മാറ്റിക്കോളും. ഇത്രയും നേരം നമ്മളിത് കൊടുത്തിട്ട് നമ്മൾ ഈ സംഭവം പറഞ്ഞില്ല ഇവിടെ അല്ലേ? മറ്റേ സെറ്റിട്ട പുലിയാണ് അങ്ങനെ ആട്ടിലെ ആൾക്കാരെ ഒന്ന് മാറ്റിയിട്ടുള്ളൂ. പക്ഷെ അല്ല, അതന്നെ ആ ടൈമിൽ ഭയങ്കരമായിട്ട് പുലി ഇറങ്ങിയിരുന്ന ടൈമായിരുന്നു. 1-2 പുലിനെ പിടിച്ചിട്ട് ഇവിടെ പാക്ക് ചെയ്ത് അങ്ങനത്തെ പരിപാടി ലോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറയാൻ ഷിജുവിനെ ഭയങ്കരമായിട്ട് ഇതിന്റെ ഷൂട്ടിങ് ഇതിന്റെ പൊന്നു ഒരു അക്ഷരം അന്നോട്ട് തെറ്റണേ എനിക്കല്ലേ? അന്നോട്ട് തെറ്റണേ. ഇത് ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല, അന്നേരം വിളിക്കുന്നത്. അതാണ് സിജു അന്നോട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഞാൻ ഈ പുള്ളി ഇത് കഴിഞ്ഞൊരു ഞാൻ ഇങ്ങനെ നോക്കണം. കാരണം ഓരോ സീൻസ് അങ്ങനത്തെ ആയിരുന്നു അവിടെ. അപ്പൊ ഞാൻ ഇത് ഇവിടെ നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ട് ഈ മാറ്റർ ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല അല്ലേ? ഏറ്റവും മെയിൻ അതായിരുന്നു. പക്ഷെ ഒരുപാട് സ്പോയിലേഴ്സ് അല്ലെങ്കിൽ സിനിമയുടെ പുറത്തേക്ക് അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ലൊക്കേഷൻസ്. നമ്മള് ലൊക്കേഷനെ കുറിച്ച് പറയുന്നതിന് കുഴപ്പമില്ല. ലൊക്കേഷൻ ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. എന്തോ ഭയങ്കരമായിട്ട് ദൈവത്തിന് സിറ്റുവേഷൻ ആയിരുന്നു. നമ്മള് പുലി ഇറങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ അതിനടുത്തുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെടുത്ത എഫേർട്ടിനൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഞ്ചവത്സര പദ്ധതി വലിയ ഹിറ്റാവട്ടെ. താങ്ക് യു.